അപ്പോൾ നമ്മൾ ഫാമിലി വെച്ചിട്ട് ഒരു പ്രാങ്ക് ചെയ്യാൻ പോകണം. ആദ്യം രേവ ചേച്ചി വെച്ച് എന്നിട്ട് ഇതിനെയൊക്കെ പറ്റിച്ച് നോക്കാം. എന്നിട്ട് രേവ ചേച്ചി ഇപ്പം പാത്രം കഴുകുമായിരിക്കും. നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് വരും. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് വരും. അടിച്ചു താഴെ കഴിഞ്ഞിട്ട് എന്തോ പ്രാങ്കിലുള്ള ആളെ കളത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് ഫോട്ടോ എടുക്കാം. ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ വരട്ടെ. ഇവിടെ വരുമ്പോ കളത്തിലാക്കും. അതിന് സാധനം ഒന്ന് കാണിച്ചു. സാധനം ഒന്ന് കാണിച്ചു. കണ്ടായിച്ചിരി ഇതായിട്ട് തോന്നില്ലേ? ഫോട്ടോ എടുക്കാൻ തലമുടി കെട്ടിട്ട് ഇപ്പൊ പുള്ളിക്കാരി അമ്മ വരട്ടെ. അമ്മ വന്നിട്ട് ഇവരെല്ലാം പ്രാങ്കിട്ട് പറയാം. ഒന്നും മിണ്ടുണ്ടാവും, ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങ് ഇരുന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് അമ്മ വന്ന് കയറുമ്പോൾ പെരള് പറ്റിക്കും അപ്പോഴത്തേക്കും ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഒരു കുഞ്ഞു പാമ്പുണ്ട് ഗൈസ്. അത് വെച്ചാണ് നമ്മൾ ഇന്നലെ ഉത്സവത്തിന് മേടിച്ചത്. വരുന്നുണ്ട് ആള് വരുന്നുണ്ട്. രേവ ചേച്ചി വരുന്നുണ്ട്. ഇതിനെ കണ്ട പേടി നോക്കാം. വെട്ടം കിട്ടുന്നുണ്ട് എനിക്ക്. സക്സസ്ഫുള്ളി ഇതിനെ കണ്ടുപിടിച്ചു. ഇതിനെക്കാട്ടാ കറക്റ്റ് പേടി. അതാ വയസ്സ് പറഞ്ഞേ കുഞ്ഞു അതിനെ കണ്ട് എല്ലാരും പേടിച്ചിരിക്കും. അതിന്റെ ഇടയ്ക്ക് കൂടി ഭയങ്കര ചാട്ടോ എന്നെയും കൂടി പേടിപ്പിച്ചു. ഞങ്ങൾ 3 പേർക്ക് അറിയത്തുള്ളായിരുന്നു. ഇന്നലെ ഉത്സവത്തിന് പേടിച്ച. അടുത്ത അമ്മയ്ക്കുള്ള പടി ഇതിലിടയ്ക്ക് വെച്ചിട്ടുണ്ട്. വലിച്ചു കാണിക്കണോ? വേണ്ട വലിക്ക. അല്ല ഒന്നെങ്കിൽ ഏതെല്ലാം 2 ഐഡിയ ഉണ്ട്. ഒന്ന് നമ്മൾ ചവിട്ടി കയറി അമ്മ ഇങ്ങനെ ചവിട്ടി കയറി തുടച്ചിട്ടേ കയറുന്നത്. ഇത് എന്തെങ്കിലും തടയുന്നോണ്ട് പൊക്കും. അന്നേരം ഇത് നേരെ കാണും. നൂല് കെട്ടി അത് ഏറ്റില്ലെങ്കിൽ അടുത്ത വലിച്ചു വെളിയിലോട്ട് ഇറക്കി.
വരട്ടെ എത്ര വരുന്നു? 4:30 എന്തായാലും അപ്പച്ചി ഇങ്ങനെ ചവിട്ടി തുടക്കി. അപ്പൊ എന്തോ തടയുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് പൊക്കിയാ അവട്ടെ ഞങ്ങൾ വലിച്ചോളാം. അതുമല്ല ആദ്യമായിട്ട് നമ്മളാണ്ട് കറുത്ത നൂലിട്ടിട്ടുണ്ട്. നമ്മൾ കറുത്ത കയ്യിലാണ്ട് കറുത്ത നൂലിട്ടിട്ടുണ്ട്. അമ്മ എന്നിട്ട് ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയതിന് വലിച്ചാൽ മതി. എന്റെ ചെരുപ്പ് കിട്ടാ, ചെരുപ്പിട്ടുണ്ടോ വലിച്ചു. ചേച്ചിക്ക് വെച്ച് ഇതടി കയറ്റി അതത്ര വിചാരിച്ചില്ല. ഷെട്ടി ചാടി കൊണ്ടുവെക്കാൻ കൊണ്ടുപോയടാ. എന്തുവാ അയ്യോ എന്തോ ആവിയാ. നോക്കട്ടെ. അത് വേറ്റില്ല, തുണിയും പറക്കിക്കൊണ്ട് പോയി. വിറക് വിറക്കാൻ വന്നാന്ന് ഞാൻ ഓർത്ത്. അയ്യോ എനിക്ക് ആ ചോറിന് കിടന്ന കണ്ടപ്പോഴേ മനസ്സിലായി. നോക്കിട്ട് പറ്റട്ടെ. ഇവിടെ ഇങ്ങനെ വെച്ചാ മതിയായിരുന്നു. അമ്മക്ക് ഇച്ചി ആദ്യം ഒന്ന് ഇതായോ അപ്പൊ ഊവെപ്പ ആദ്യം ചൂരുണ്ട് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി. അമ്മ ചെറുതായിട്ടൊന്ന് പിടിച്ചോണ്ട് ചെറുതായിട്ടൊരു ഊവപ്പ് വെച്ചു. ശിവൻ ശിവൻ പരമശിവൻ. ഈ കൊച്ചു പേടിച്ചു, എല്ലാവരും പേടിച്ചു. അതിങ്ങനെയായിരുന്നു, ഇവിടെ കയറി ഇങ്ങനെ നിൽക്കും. അത് കാണിക്കാം ഇപ്പൊ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാൻ നോക്കിയ പ്രാങ്ക്. നമ്മൾ ഇന്നലെ ഉത്സവത്തിന് പോയപ്പോൾ ഒരു പാമ്പിനെ വെച്ച് അത് വെച്ച് ചുമ്മാ ഒന്ന് തോന്നിയതാണ്. പക്ഷെ അമ്മയെ അത്രയ്ക്ക് ഇതാക്കാൻ പറ്റിയില്ല. ചേച്ചി പേടിച്ചു. ചേച്ചി നല്ല ശരിക്കും ചേച്ചി ഇപ്പൊ ഇട്ടാലും പേടിക്കുന്നുണ്ട്. ഇപ്പോഴും പേടിച്ചോട്ടേ ഇരിക്കും. അമ്മ പക്ഷേ അമ്മയ്ക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത പോലെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഏറ്റേനെ. പക്ഷെങ്കിൽ ഇത് കുറച്ച് സിമ്പിളായി പോയി. നമ്മൾ ചുമ്മാ എടുത്ത് ലാസ്റ്റ് ഒന്നും പറ്റാതെ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് അങ്ങനെ ഇട്ടു. അതുകൊണ്ട് ഇച്ചിരി പണിച്ചീറ്റിപ്പോയി. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഞങ്ങൾ പോകുന്നു. ബൈ ബൈ.